അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഈമാനുമായി ബന്ധപ്പെട്ട ആ ചർച്ചയിൽ ഈ ഒരു ഭാഗത്ത്, രണ്ടാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഈമാൻ്റെ നിർവചനം, അതിൻ്റെ 3 സ്തംഭങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈമാൻ എന്നുള്ള ആ ഒരു പദത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈമാൻ എന്നുള്ള ആ ഒരു പദം അത് ഉത്ഭവിക്കുന്നത്, അതിൻ്റെ മൂലപദങ്ങളായിട്ട്, റൂട്ട് വേർഡുകളായിട്ട് കടന്നു വരുന്നത് 3 അക്ഷരങ്ങളാണ്. അമിന എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് ഈമാൻ എന്നുള്ള പദം ഉത്ഭവിക്കുന്നത്. അമിന എന്നുള്ള പദത്തിനർത്ഥം നിർഭയത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അർത്ഥത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്ത് ഖുറൈശിൻ്റെ അവസാനത്തിൽ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഭയത്തിൽ നിന്നും അവർക്ക് നിർഭയത്വം അല്ലെങ്കിൽ സമാധാനം നൽകി. മക്ക നിവാസികളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അവിടെ ആമനഹും എന്നുള്ള പദം, അതേപോലെ തന്നെ മക്കയെ സംബന്ധിച്ച് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥന ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയുടെ 126-ാമത്തെ വചനത്തിൽ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, നിർഭയമായിട്ടുള്ളൊരു നാടാക്കി മാറ്റണേ. മക്കയെ സംബന്ധിച്ച് അവിടെയും ബലദൻ ആമിനൻ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദുഖാന്റെ 51-ാമത്തെ വചനത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ സ്വർഗത്തെ സംബന്ധിച്ച് ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, സൂക്ഷ്മത പാലിച്ച ആളുകൾ നിർഭയമായിട്ടുള്ള ആ ഒരു വാസസ്ഥലത്തിലായിരിക്കും എന്നുള്ള, അവിടെ സ്വർഗത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖാമിൻ അമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്. ഇപ്പം നിർഭയത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുക, ആ ഒരു അർത്ഥത്തിലാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായിട്ട് കടന്നു വരുന്ന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വിശ്വസിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ നിർഭയത്വം നൽകുന്നവൻ, അല്ലെങ്കിൽ സമാധാനവും സുരക്ഷിതത്വം എല്ലാം നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കടന്നു വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നാമങ്ങളിൽ ഒന്നാണ് അൽ മുഅ്മിൻ എന്നുള്ള നാമം. അൽ മുഅ്മിൻ എന്നുള്ള ഒരു നാമം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു തവണ സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് 23-ാമത്തെ വചനത്തിൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സുരക്ഷിതത്വവും അതേപോലെ തന്നെ നിർഭയത്വവും സമാധാനവും എല്ലാം നൽകുന്നവൻ. അതുകൊണ്ടാണ് അൽ മുഅ്മിൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമായിട്ട് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ഒരു വിശ്വാസം നമുക്ക് നൽകിയത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, നമുക്കറിയാം സൂറത്ത് ആൽ ഇംറാനിൽ കടന്നു വരുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശ്വാസം, അതേപോലെ തന്നെ ഈ പ്രവാചകന്മാരെ നൽകിയത്, വേദഗ്രന്ഥങ്ങളെ നൽകിയത്, ആ പ്രവാചകന്മാരുടെ അത്ഭുതങ്ങൾ നൽകിയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ നൽകിയത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച ഒരാൾക്ക് ആ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഒരു നിർഭയത്വം, അമ്ന് അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ്. ആ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ആ നിർഭയത്വം അത് ജീവിതത്തിലുടനീളം നിലനിൽക്കും. അതിലൂടെ മാത്രമേ അത് ലഭിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതിലൂടെ മാത്രമേ അത് ലഭിക്കൂ. അത് ജീവിതത്തിൽ മാത്രമല്ല, ഇനി മരണസന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനിൽ വീണ്ടും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന സന്ദർഭത്തിൽ പോലും മലക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനത്തിൻ്റെ വാക്കുകൾ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, ആ നിർഭയത്വത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സമാധാന വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടാണ് അവരിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ എടുക്കുന്നത്. ഇനി അതും കഴിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഒരാൾ ഖബറിലെത്തിയാൽ, അല്ലെങ്കിൽ ബർസഖിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലും ആ ഖബറിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആ ഒരു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ വചനത്തിൽ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരലോകത്തും ഇഹലോകത്തും 2 ലോകത്തും സുസ്ഥിരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥൈര്യം അല്ലെങ്കിൽ അവരെ ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളതാണ്.
ഈമാനുള്ള ആളുകൾക്ക് ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹൃദയ സ്ഥൈര്യം അല്ലെങ്കിൽ വാക്കുകൾക്ക് സ്ഥൈര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നതാണ്. അപ്പം നമ്മുടെ ഈമാൻ എന്നുള്ളത് ഒരേ സന്ദർഭത്തിൽ ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സംരക്ഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈമാനുള്ള ഒരു ഹൃദയം, ആ ഹൃദയത്തെ അതെല്ലാ രോഗങ്ങളിൽ നിന്നും ഒരു കവചം പോലെ ഈമാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ അതേ രൂപത്തിലുള്ള രോഗങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ ആത്മീയ ഹൃദയത്തിന് ഏൽക്കുന്ന ചില രോഗങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഫീ ഖുലൂബിഹിം മറദുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, അതായത് ആത്മീയ ഹൃദയത്തിന് ഏൽക്കുന്ന ചില രോഗങ്ങൾ, നമ്മുടെ അസൂയ, വിദ്വേഷം, പക, ലോകമാന്യ റിയാ പോലെയുള്ള അല്ലെങ്കിൽ ഗീബത്തും നമീമത്തും അതേ രൂപത്തിലുള്ള വേണ്ടാത്ത സംസാരങ്ങൾ. ഒരാൾ ഏഷണിയും പരദൂഷണം എല്ലാം പറയുന്ന സന്ദർഭത്തിൽ ഭൗതികമായിട്ട് അയാൾക്ക് അതിൽ നിന്നും അയാളെ യാതൊന്നും തടയുന്നില്ല. ഏതെങ്കിലും ഒരാൾ പരദൂഷണം പറയുന്ന സന്ദർഭത്തിൽ അയാളുടെ നാവിന് അല്ലെങ്കിൽ നാവിനെന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ പല്ല് പുളിക്കുന്നൊന്നുമില്ല, നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത്തരത്തിൽ നാവ് കൊണ്ട് നമ്മൾ ഏഷണിയും പരദൂഷണം എല്ലാം പറയുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഹൃദയത്തിലൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു തടസ്സം നേരിടും. അതാണ് ഈമാൻ എന്നുള്ളത്. അത് ഹൃദയത്തിൽ മാത്രമല്ല, അത് നമ്മുടെ കണ്ണുകൾക്കുള്ളൊരു സംരക്ഷണമാണ്. വേണ്ടാത്ത കാഴ്ചയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ കണ്ണിന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ആ കാഴ്ചയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെ ഹൃദയം ആ കണ്ണിനെ നിയന്ത്രിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി അവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ കൈകാലുകൾക്കുള്ള സംരക്ഷണം ഈ ലോകത്തുടനീളം ഈ ലോകത്തുള്ള പ്രലോഭനങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നെല്ലാം നമ്മളെ അത് സംരക്ഷിക്കുന്നതാണ്. ഈ ലോകത്ത് മാത്രമല്ല, ഇനി ആഖിറത്തിലും അത് ഏറ്റവും വലിയൊരു സംരക്ഷണ കവചമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഈമാൻ ഭയത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. അതേപോലെ തന്നെ പ്രതീക്ഷ, നമുക്കറിയാം ഈമാനോളം പ്രതീക്ഷ നൽകുന്ന മറ്റൊന്നുമില്ല എന്നുള്ള. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഈമാൻ എല്ലാ അർത്ഥത്തിലും വിശ്വാസികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശദീകരണമായിട്ട് ചേർത്ത് വെക്കേണ്ട അതിമനോഹരമായിട്ടുള്ള പ്രസ്താവന അവസാനമായിട്ട് ഇമാം അൽ മുസിനി റഹിമഹുല്ലാഹ് ഈമാനുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. അപ്പോൾ ഈമാൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, അത് നിർഭയത്വം, സുരക്ഷിതത്വം, സമാധാനം, ആ രൂപത്തിലുള്ള അർത്ഥത്തിലാണ് അത് വന്നു ചേരുന്നത്. അത് നീ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നിൻ്റെ റിലേഷനിൽ ഏതൊക്കെ ഭാഗത്താണ് നിനക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ നിനക്ക് അനുഭവപ്പെടുന്നതെന്ന് നീ ആദ്യം അറിയുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരു കെട്ടിടമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഏതൊക്കെ കോണിൽ ഏതൊക്കെ തൂണിലാണ് അത് വീക്ക്നെസ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധപ്പെട്ട ആ വിശേഷണത്തെ ആഴത്തിൽ ഉൾക്കൊണ്ടതിന് ശേഷം നീ ആ വീക്ക്നെസ്സിനെ അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് എന്നെ മറ്റാരെങ്കിലും ഉപദ്രവിക്കുമോ, സൃഷ്ടികളായിട്ടുള്ള മറ്റാരുടെയെങ്കിലും ഉപദ്രവമാണ് നിന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്മിനാണെന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്മിൻ എന്നുള്ള വിശേഷണം നീ ആഴത്തിൽ പഠിക്കുക എന്നുള്ള, അതിലൂടെ നീ നിന്നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതല്ല നിന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം ഈ ലോകത്തുള്ള നിന്റെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്, അതിൻ്റെ പേരിലാണ് നീ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസ്സാഖ് അല്ലെങ്കിൽ റാസിഖ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല റസ്സാഖ് എന്നുള്ള നാമം നീ ആഴത്തിൽ പഠിക്കുക, അത് ഉൾക്കൊള്ളുക, അതുവഴി നിൻ്റെ ആ പോരായ്മയെ നീ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി സ്നേഹദാരിദ്ര്യത്താലാണ് നീ അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കാനില്ല അതേ രൂപത്തിൽ ഉള്ള ഒരു പരാതിയാണ് അല്ലെങ്കിൽ അതാണ് നിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് അലട്ടുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദ് അല്ലെങ്കിൽ സ്നേഹനിധി എന്നുള്ള അള്ളാഹുവിൻ്റെ ആ വിശേഷണം അത് നീ ആഴത്തിൽ പഠിക്കുക, അതുവഴി നിൻ്റെ ആ ഒരു പോരായ്മ നികത്തി ആ ഭാഗം ശക്തിപ്പെടുത്താൻ വേണ്ടി നീ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ നിനക്ക് ആ വീക്ക്നെസ് ഉള്ളത് ആ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശേഷണം മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ പോരായ്മ പരിഹരിച്ച് സമ്പൂർണമായിട്ടുള്ള ഒരു നിർഭയത്വം നിൻ്റെ ഈമാനിലൂടെ നീ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഈമാനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഈമാൻ ഒരാൾ അല്ലെങ്കിൽ ആ ഈമാൻ വന്നു ചേരുന്നതോടുകൂടെ സമ്പൂർണമായിട്ടുള്ളൊരു സംരക്ഷണം, ഒരു നിർഭയത്വം അയാൾക്ക് എല്ലാ അർത്ഥത്തിലും ലഭിക്കും എന്നുള്ളതാണ്. അതാണ് ആ ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിക്കാൻ വിട്ട ഈമാൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ആ ഫ്ലക്ച്വേഷൻ, അതായിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ തുടർന്ന് വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശ്വാസകാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ അനുചരന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.